സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമിക്കുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം പിതാവ് സൽസിൽവത്തിൽ ജറാഹ് എന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, മുഹമ്മദേ, നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ, നീ ഞങ്ങളെ വൈദിരിക്കുന്നവരാണെങ്കിൽ, നീ നേതാവുണ്ടെങ്കിൽ ഇങ്ങോട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങണം. ജറാഹിന്റെ മൂർച്ച അറിയണം മുഹമ്മദേ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, പ്രവാചകരെ, ഞാൻ പോകട്ടെ നബി, അദ്ദേഹത്തെ വധിക്കാൻ ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട അബൂ ഉബൈദ, അതിന്റെ വാപ്പയാണ് അബൂ ഉബൈദ, നീ പോകരുത്. രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദയുടെ പിതാവ് ജറാഹ് വെല്ലുവിളിച്ചു, മുഹമ്മദേ, നീ പ്രവാചകനാണെങ്കിൽ, നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ, നിന്റെ മതത്തിലേക്ക് ജനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നീ വരണേ, ജറാഹിന്റെ വാലിന്റെ മൂർച്ച അറിയാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരുന്നു, പ്രവാചകരെ, ഞാൻ പോകട്ടെ നബി, അദ്ദേഹത്തോട് ഇത് ചെയ്യാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട നബി പറഞ്ഞു, വേണ്ട അബൂ ഉബൈദ, അത് നിന്റെ വാപ്പയാണ്, നീ അവിടെ തന്നെ ഇരിക്കണേ അബൂ ഉബൈദ എന്ന് പറഞ്ഞപ്പോൾ ദേശം കളിച്ച ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതേ തസ്ലീമിരുന്നു. മൂന്നാമത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ജറാഹ് വെല്ലുവിളിക്കുന്നു, മുഹമ്മദേ, നീ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, അബ്ദുല്ലാഹിന്റെ പുത്രനാണെങ്കിൽ, നീ രണാങ്കണത്തിലേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ നിന്റെ സഹചാരി, നിന്റെ ഒപ്പമുള്ള ആരെങ്കിലും അവൻ ഇറങ്ങണം, ജറാഹിന്റെ വാലിന്റെ മൂർച്ച അറിയാൻ. ഇത് കേട്ട് താമസം നബിയുടെ പ്രവാചകന്റെ കുടുംബത്തിനെ തെറിവിളിക്കുന്നത് സഹിക്കാൻ വയ്യാതെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാൻ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. ഒരു നിമിഷം ജറാഹ് സ്തംഭിച്ചു പോയി. എന്ത്? ഞാൻ നടക്കാൻ പഠിപ്പിച്ച മകൻ, എന്റെ കൈ കൊണ്ട് വളർന്ന മകൻ